ഈ ഗവൺമെന്റ് പരാജയമാണെന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനാ. ഞങ്ങളോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ ചിരിക്കണമെന്നാണ്. അതെന്താ കാരണം? അവർ മാറി ചിന്തിച്ചിരിക്കുക. ഇന്ന് പത്രമെടുത്ത് നോക്കിയാൽ, ഇന്നലെ പത്രമെടുത്ത് നോക്കിയാൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമുണ്ട്. വാഹന ഗതാഗത കുരുക്ക് കാരണം ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഈ ഗവൺമെന്റ് പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രമേയം പാസാക്കിയത്. നമസ്കാരം. കേരളത്തിൽ LDF ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ആ കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം ഒരു അസാധാരണ സംഭവം ഉണ്ടായി. കോഴിക്കോട് കോർപ്പറേഷൻ പൊതുമരാമത്ത് വകുപ്പിനെതിരായിക്കൊണ്ട് പ്രമേയം പാസാക്കി എന്നുള്ളതാണ് ഈ അസാധാരണമായ സംഭവം എന്ന് പറയുന്നത്. നമുക്കറിയാം, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷമാണ്, അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. അത്തരത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ ഇടതുപക്ഷ വകുപ്പിന്റെ മന്ത്രിയുടെ വകുപ്പിനെതിരായിക്കൊണ്ട് പ്രമേയം പാസാക്കി എന്നുള്ളൊരു അപൂർവതയാണ്. ഇത് വിരൽ ചൂണ്ടുന്നത് എത്രമാത്രം നിരുത്തരവാദിത്തപരമായിട്ടാണ് ഇത്തരത്തിൽ വകുപ്പ് പെരുമാറുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി ഷാജർ റാഫത്താണ്. ഇപ്പോൾ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പിനെതിരായിക്കൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ പ്രമേയം പാസാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്താണ് നടക്കുന്നത്? ഇത് തന്നെയല്ലേ പ്രതിപക്ഷം പറയുന്നത്? 10 വർഷമായി പ്രതിപക്ഷം പറയുന്നു ഈ ഗവൺമെന്റ് പരാജയമാണ്. ഇന്നിപ്പോ കേരളം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏക കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനും പറയുകയാണ് ഈ ഗവൺമെന്റ് പരാജയമാണ്, പൊതുമരാമത്ത് വകുപ്പ് പരാജയമാണ്. നമുക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്, ഈ മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഫണ്ട് വകയിരുത്തിയത് ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. ആദ്യ ഗഡു എന്ന നിലയിൽ 4 കോടി രൂപ വകയിരുത്തി. എന്താ 4 കോടി രൂപ വകയിരുത്തിയത്? ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്ത് അതിന് ചുമരുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് 4 കോടി രൂപ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വകയിരുത്തിയത്. ഞാൻ ചോദിക്കട്ടെ, പൊതുസമൂഹത്തോട് ഞങ്ങൾ ചോദിക്കട്ടെ, 10 വർഷമായില്ലേ പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത്? ആ 10 വർഷം പൂർത്തീകരിക്കാൻ ഇത് ഫെബ്രുവരി മാസം, മാർച്ച് മാസം പൂർത്തീകരിച്ചാൽ ഏപ്രിൽ മാസം ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോഴാണ് ഈ ഗവൺമെന്റ് പരാജയമാണെന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനാ. പ്രതിപക്ഷം പറഞ്ഞു നല്ല ഇടതുപക്ഷ നല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും എന്താ പറഞ്ഞ ഈ ഗവൺമെന്റ് പരാജയമാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങളോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ ചിരിക്കണമെന്നാണ്. അതെന്താ കാരണം? അവർ മാറി ചിന്തിച്ചിരിക്കുക. ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷനും പറഞ്ഞിരിക്കുകയാണ് ഈ പൊതുമരാമത്ത് വകുപ്പ് പരാജയമാണ്, ഈ ഗവൺമെന്റ് പരാജയമാണെന്ന്. ഞാൻ ഒന്നും കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുക, നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരല്ലേ? ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞതെന്താ പൊതുസമൂഹത്തോട്? 2026 ജനുവരി മാസം മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പൊതുസമൂഹത്തിന് സമർപ്പിക്കുമെന്ന. ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിന്റെ വികസന പ്രവൃത്തി എവിടെ വരെ എത്തി എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കണം. ആ പ്രവൃത്തി പകുതി പോലും എത്തിയിട്ടില്ല. ഇന്നലെ പത്രമെടുത്ത് നോക്കിയാൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമുണ്ട്. വാഹന ഗതാഗത കുരുക്ക് കാരണം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തൊന്നും വെള്ളമില്ല, കുടിവെള്ളം ലഭിക്കുന്നില്ല. അവരെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് പോലും വെള്ളം ലഭിക്കാത്തത് കൊണ്ട് പ്രയാസം അനുഭവിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ. അങ്ങനെ പ്രയാസം അനുഭവിച്ചിട്ട് പോലും പൊതുമരാമത്ത് വകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ ഒന്നുകൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇവിടെ KSCB-യുമായി അതുപോലെ വാട്ടർ അതോറിറ്റിയുമായി BSNL-ലുമായി ഒന്നും തന്നെ പൊതുമരാമത്ത് വകുപ്പിന് ഒരു കണക്ഷൻ ഇല്ല. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടല്ലേ ഈ ദുരിതം ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയുന്നത്, ഇവർ അതിനിടക്ക് പറഞ്ഞു മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്ന് വരെയുള്ള ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടോ? ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല. അന്ന് അവർ പറഞ്ഞത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൽ നിന്ന് അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്ന് വരെയുള്ള പ്രവൃത്തികൾ ഞങ്ങൾ തുടങ്ങാത്തത് എന്ന്. ഒക്ടോബർ മാസം 8-ാം തീയതി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൽ നിന്ന് അനുമതി ലഭിച്ചിട്ടുണ്ട്.
എന്നിട്ട് അവിടെ ഒരു ടെൻഡർ പോലും വിളിക്കാനുള്ള ഒരു താല്പര്യം ഈ ഗവൺമെന്റ് കാണിച്ചിട്ടുണ്ടോ? ഒന്നും കാണിച്ചിട്ടില്ല. ഇവിടെ നടക്കുന്നത് എന്താ പറയുക, തള്ളു നടക്കുന്നുണ്ട്. 10 വർഷമായിട്ട് ഈ മാനാഞ്ചിറ വെള്ളിമാട് കുന്നിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഈ ഗവൺമെന്റ് പൂർണ്ണ പരാജയമാണെന്ന് 10 വർഷമായി പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടത് ഈ മന്ത്രിയും കോഴിക്കോട്ടുകാരനാണ്. മന്ത്രിയുടെ വീടിന്റെ മുമ്പിലൂടെ പോകുന്ന റോഡാണിത്. അപ്പൊ അതിലൊരു വിരോധാഭാസമില്ല. സംശയമുണ്ടോ? മന്ത്രി പറഞ്ഞത് എന്താ, 2026 ജനുവരി മാസം പുതുവത്സര സമ്മാനമായി പൊതുജനങ്ങൾക്ക് ഈ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് സമർപ്പിക്കുമെന്നാ. അത് പറഞ്ഞ മന്ത്രിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ചിന്തയും ഇല്ലെങ്കിൽ മന്ത്രി പിന്നെ എന്തെല്ലാം പറയും? അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളാണത് തുടങ്ങി വെച്ചത്. ഞങ്ങൾ പൊതുജനങ്ങളോട് പറയാനുള്ളത്, ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഈ ഗവൺമെന്റ് പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രമേയം പാസ്സാക്കിയത്. ഈ പ്രമേയം അവതരിപ്പിച്ചത് ആരാ? നമ്മുടെ കൗൺസിലർ ശോഭിത കഴിഞ്ഞ 17-ാം തീയതി, അതായത് ഇന്ന് 19-ാം തീയതിയാ, മിനിയാന്ന് നടന്ന കൗൺസിൽ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം പാസ്സാക്കി. ആരാ പാസ്സാക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണസമിതിയാണ് പറയുന്നത്. ഈ ഗവൺമെന്റ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജനങ്ങളോടാണ് ഞങ്ങൾ പറയുന്നത്, ഈ ഗവൺമെന്റ് പരാജയമാണെന്ന് വീണ്ടും 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 ആവർത്തിക്കുന്നത് ആരാ? ഇവിടെ ഭരിക്കുന്ന മേയറാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. വികസന പ്രവർത്തനം എന്താണെന്ന് ഓരോ വിഭാഗത്തെയും വിളിച്ചിരുത്തി ആ വിദഗ്ധരുമായി ചർച്ച നടത്തി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ജാഥ നടത്തുന്നുണ്ട്, പുതുയുഗ യാത്ര. ആ യാത്ര ഞാൻ വീണ്ടും നിങ്ങളുടെ ചാനലിന് മുൻപ് ഞാൻ പറഞ്ഞതാണ്. ആ പുതുയുഗ യാത്ര മാർച്ച് മാസം തിരുവനന്തപുരം ജില്ലയിലെത്തുമ്പോൾ വിസ്മയകരമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ ഞങ്ങൾ പൊതുസമൂഹം മുമ്പാകെ സമർപ്പിക്കുന്നതാണ്.